ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ സംശയത്തോടു കൂടി ആര്യനെ നോക്കുകയാണ്. മിത്രയുടെ കയ്യിൽ ഈ സ്വർണം വിൽക്കാനായിട്ട് ആര്യനാണോ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുക. എന്ത് മറുപടി പറയണമെന്നറിയാതെ ആര്യൻ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ ആര്യൻ്റെ എല്ലാവരുടെ മുന്നിലുള്ള കുറ്റവാളിയെ പോലുള്ള നിൽപ്പ് കാണുമ്പം നമ്മുടെ മിത്രയുടെ നെഞ്ചാളാണ്. മിത്ര പെട്ടെന്ന് ബാലൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുക. അങ്കിൾ എൻ്റെ ആര്യനെ തെറ്റിദ്ധരിക്കരുത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എപ്പോഴും എന്നെ സഹായിക്കാൻ മാത്രമേ ആ പാവം ചെയ്തിട്ടുള്ളൂ. ഓരോ തവണയും എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാത്ത തെറ്റ് എല്ലാം അവൻ ഏറ്റെടുത്തേ ശീലിച്ചിട്ടുള്ളൂ. ഇപ്പൊ പോലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നെ രക്ഷപ്പെടുത്താനാ. പക്ഷെ വേണ്ട ആര്യ, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എനിക്ക് ലഭിക്കണം എന്ന് പറയാ. മിത്രേ, നീ എന്താ ഈ പറയുന്നത് എന്ന് അപ്പൊ ഗോമതി ചോദിക്കുകയാണ്. അപ്പം ബാലന്റെ മുന്നിലേക്ക് തന്നെ നിന്നിട്ട് മിത്ര പറയാണ്, അങ്കിൾ എന്നോട് ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ ഞാനും ആര്യനും തമ്മിൽ പ്രണയിച്ച് വിവാഹിതരായവരല്ല എന്ന് മിത്ര വിളിച്ചു പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതിയും മീനും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. തങ്ങൾക്ക് ഈ കല്യാണത്തിലുള്ള പങ്കറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്നെ ദേവമംഗലത്ത് സ്ഥാനമുണ്ടാകില്ലെന്ന് ഗോമതിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. ഗോമതി പേടിച്ച് വരച്ച് നമ്മുടെ മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എല്ലാ സത്യങ്ങളും അവൾ വിളിച്ചു പറയാനായിട്ട് പോവാണോ എന്ന് ചോദിക്കുക. നോക്കാം എന്ന് മീനു അപ്പം ഗോമതിയോട് പറയും. മോളെ, നീ എന്താ ഈ പറയുന്നത് എന്ന് നന്ദിനി അപ്പം മുന്നിലേക്ക് കയറി വന്ന് ചോദിക്കുകയാണ്. ഇന്ദ്രാമ്മയുണ്ട്. മിത്രേ, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? അതെ, ഞാൻ എൻ്റെ ആര്യനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് സ്നേഹിച്ചതും ഒളിച്ചോടി പോയതും ഒക്കെ മറ്റൊരാളുടെ കൂടെയാ. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കല്യാണത്തലേന്ന് എന്നെയും വിളിച്ചോണ്ട് പോയതാ. പക്ഷെ അവൻ ആ സ്വർണവും പണവും ഒക്കെ എടുത്തോണ്ടാ എൻ്റെ കൂടെ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അത് അവൻ്റെ കയ്യിൽ നിന്നും തിരികെ മേടിക്കാനായിട്ട് നോക്കി. പക്ഷെ എന്നെ ഉപദ്രവിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞു. എല്ലാവരെയും ചതിച്ച് വീട് വിട്ട് ഇറങ്ങുകയും ചെയ്തു. ഇനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാകില്ല. മരിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആത്മഹത്യക്ക് ചെയ്യാൻ നോക്കിയ എന്നെ രക്ഷിച്ചത് ആര്യനാ എന്ന് പറയാ. ഓ, ഇപ്പൊ നീ പുതിയ കള്ളക്കഥയായിട്ട് ഇറങ്ങിയിരിക്കുവാണല്ലേ എന്ന് ചോദിക്കാം. അല്ല, നിന്നെയും കൊണ്ട് അവൻ പോയടത്തേക്ക് കറക്റ്റായിട്ട് ആരും വന്നു എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടെ ഉള്ളവര് എന്ന് അച്യുതൻ പറയും. ചെറിയച്ഛൻ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എന്നെയും കൊണ്ട് അവൻ പോയത് ഗുരുവായൂർക്ക. അവിടെ തന്നെ മീനു ചേച്ചിയുടെയും ഗോമതി അപ്പച്ചയുടെയും കൂടെ ആര്യനും തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ കുളത്തിലേക്ക് ചാടുന്ന കണ്ട ആര്യന എന്നെ രക്ഷപ്പെടുത്തിയത്. എന്നെ കൃഷ്ണമംഗലത്ത് തിരികെ കൊണ്ടാക്കുമെന്നും അവൻ പറഞ്ഞു. പക്ഷെ അതിന് ഞാൻ സമ്മതിച്ചില്ല. നിങ്ങൾ എന്നെ വീട്ടിൽ പോലും കേട്ടില്ല എന്ന് ഞാൻ വിധി എഴുതി. എന്നാൽ ദേവമംഗലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ സമ്മതിച്ചില്ല. എന്ത് സ്ഥാനത്തിന്റെ പേരിൽ ഞാൻ അവിടെ നിൽക്കും? അവസാനം എന്നെ രക്ഷപ്പെടുത്താനാ ആര്യൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഗോമതിയും മീനുവിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് കഥ പറയുന്നത്. ഇപ്പൊ പോലും ഈ സ്വർണം തിരികെ കിട്ടിയപ്പം എൻ്റെ ആര്യം പറഞ്ഞത് ഇത് എൻ്റെ അച്ഛനെയും അമ്മയും തിരികെ ഏൽപ്പിക്കണമെന്നാ. പക്ഷെ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവനെ സഹായിക്കാൻ വേണ്ടി അവൻ പോലും അറിയാതെയാ ഞാൻ ഈ സ്വർണം പണയം വെക്കാനായിട്ട് പോയത് എന്ന് മിത്ര പറയാണ്. എന്തൊക്കെയാ മിത്ര നീ വിളിച്ചു പറയുന്നത് എന്ന് നന്ദിനി അപ്പൊ ചോദിക്കാം. അതെ അമ്മേ, ഈ സ്വർണം കയ്യിൽ കിട്ടിയത് അവൻ അറിയാം എന്നല്ലാതെ ഇത് ഞാൻ പണയം വെക്കാൻ പോയ കാര്യമൊന്നും എൻ്റെ ആര്യന് അറിയില്ല. ആര്യനെ ഇനി ആരും കുറ്റക്കാരനാക്കാൻ പാടില്ല. ആര്യനെ പോലെ നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് വേണ്ടി ഒരുപാട് കുറ്റങ്ങൾ സ്വയം ഏറ്റു നിൽക്കുന്നവനാ എൻ്റെ ആര്യൻ. അവനെ ഇനിയും ആരും ആ കണ്ണിലൂടെ കാണാനും പാടില്ല എന്നും പറഞ്ഞ് കരയുക. ഞാനിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് പോലും ആരും കാരണമാ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്നാണ് ആനന്ദൻ അങ്ങോട്ട് വരുന്നത്. അപ്പം ആനന്ദൻ വന്നിട്ട് ചോദിക്കും, എന്താ ഇവിടെ, എന്താ പ്രശ്നം? നിങ്ങളെല്ലാവരും എന്താ ദേവമംഗലത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഇന്ദ്രാമ പറയും, അനന്ത, നീ ഇവിടെ ഇല്ലാത്തതിൻ്റെയാ ഇന്നിവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അരങ്ങേറിയത് എന്ന് പറയാൻ കേട്ടോ. അപ്പം നന്ദിനി അനന്തൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും അനന്തനെ അറിയിക്കുകയാണ്. അപ്പം അനന്തൻ പറയും, ഈ സ്വർണത്തെ പറ്റിയുള്ള സത്യം എനിക്കും അറിയാം. ഈ സ്വർണം ആര്യനും മിത്രയ്ക്കും ഇന്ന് രാവിലെയാണ് കിട്ടിയത്. അക്കാര്യം എനിക്കറിയാം എന്ന് പറയാം. അപ്പം അച്യുതൻ പറയും, ഏട്ടാ, സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏട്ടൻ എന്തിനാ ഇങ്ങനൊരു കള്ളത്തരം പറയുന്നത്? ഇത് കള്ളത്തരമല്ലടാ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാ. എന്നെ അവിടുത്തെ SI വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണമംഗലത്തെയാണ് മിത്ര എന്നറിഞ്ഞ് ആ സ്വർണം തിരിച്ചു കിട്ടിയെന്നും മിത്രയും ആര്യനും ആ സ്വർണം എന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. ആര്യൻ ഈ സ്വർണം കൊണ്ടുപോകാൻ കൂട്ടാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ മിത്ര പരാതി നൽകിയതുകൊണ്ട് തന്നെ അവർക്ക് ഇത് മിത്രയെ ഏൽപ്പിക്കാനേ വകുപ്പുണ്ടായിരുന്നുള്ളൂ എന്നും എന്നെ SI അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനെന്താ ഉണ്ടായത് എന്ന് ചോദിക്കാം. കണ്ടില്ലേ, ഇതാ സത്യാവസ്ഥ. എന്നിട്ട് നീ എന്തൊക്കെ പ്രശ്നങ്ങളാ അച്യുത ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്ന് ഇന്ദ്രാമ്മ ചോദിക്കാം. ഓ, ഇപ്പം കുറ്റം മുഴുവനും എൻ്റേതായോ? ഈ സ്വർണം കൊണ്ട് ഇവള് വിൽക്കാൻ പോയപ്പം അത് കണ്ടെത്തി ഇവിടെ കൊണ്ട് എല്ലാവരെയും കാണിച്ചവൻ ആയ ഞാനിപ്പം കുറ്റക്കാരൻ എന്ന് പറയാം. അപ്പം രാജശ്രീയും അടുത്ത് വന്ന് ഇന്ദ്രാമ്മയോട് പറയും, അമ്മേ, ഇവരെല്ലാം പറയുന്നത് സത്യമാണെന്ന് ആർക്കറിയാം? ഇപ്പം മിത്രയാണെങ്കിൽ ഇവരുടെയൊക്കെ കൂടെ കൂടി ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കള്ളം പറഞ്ഞതാണെങ്കിലോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ഗോമതി പറയും, ആരെയും രക്ഷപ്പെടുത്തേണ്ട ഒരു കാര്യം
ധൈര്യം മിത്രയ്ക്കില്ല. അങ്ങനെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. മിത്ര ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ മകനാ എന്ന് പറയാണ് കേട്ടോ. എല്ലാം കൊണ്ടും തൻ്റെ മകളുടെ ഭാഗത്താണ് തെറ്റ്. ദേവമംഗലത്ത് ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന നന്ദിനി ഗോമതിയുടെയും ബാലൻ്റെയും മുന്നിലേക്ക് കയറി നിന്നിട്ട് പറയും, അവളുടെ വിവരമില്ലായ്മ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാണ്. എൻ്റെ മോള് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയാം. ഏടത്തി എന്തിനാ മാപ്പ് പറയുന്നത്? അല്ലെങ്കിൽ പോലും അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര്യനെ സഹായിക്കാൻ വേണ്ടിയല്ലേ മിത്ര അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുക. അപ്പം ആര്യനാണ് എന്നോട് ബാലൻ പറയും, നിനക്ക് ഈ സ്വർണം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലച്ച എന്ന് ആര്യൻ പറയണേ. അപ്പം മിത്രയുടെ അടുത്തേക്ക് ആര്യൻ ചെല്ലുകയാണ്. മിത്ര, എനിക്കറിയാം നിന്റെ മനസ്സ്. നീ ഈ സ്വർണം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാനൊരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നുണ്ടെങ്കിൽ അതെൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാതെ മറ്റൊരാളുടെ സഹായം കൊണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. ഈ സ്വർണം നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും അവകാശപ്പെട്ടതാ, അത് നീ തിരികെ നൽകണം എന്ന് പറയാം. അപ്പം മിത്ര പറയും, എന്നോട് ക്ഷമിക്കാര്യ, ഞാൻ നിന്നോട് പറയാതെ ഒരു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. എനിക്കിനി ഈ സ്വർണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെയും അനന്തിൻ്റെയും മുന്നിലേക്ക് കയറി നിൽക്കുക. അച്ഛ, അമ്മേ, നിങ്ങളുടെ മകള് നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, എൻ്റെ നിവർത്തികേട് കൊണ്ടാ. പക്ഷെ ആര്യനെ നിങ്ങൾ വെറുക്കരുത്. നിങ്ങളുടെ മകൾ ഇന്ന് ജീവനോട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ആര്യൻ മാത്രമാ കാരണക്കാരൻ. ഈ സ്വർണം എനിക്ക് വേണ്ട. എൻ്റെ ആര്യനെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം നന്ദിനിയും അനന്തനും കൂടി പറയും, നീ എന്താ മോളെ ഈ പറയുന്നത്? ഇത് നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തു വെച്ചിരുന്നതാ, ഇത് നീ തന്നെ എടുത്തോളൂ എന്ന് പറയാ. വേണ്ട, എനിക്ക് ഈ സ്വർണം വേണ്ട എന്ന് പറഞ്ഞ് തീർത്തു പറഞ്ഞിട്ട് നന്ദിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അച്യുതനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുകയാണേ. താൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് വെറുതെ ആയിപ്പോയല്ലോ, വെള്ളത്തിൽ വര വരച്ചതുപോലെ ആയിപ്പോയി. ഇപ്പം ഏട്ടനും ഏടത്തിയും മകളും എല്ലാവരും ഒന്നിച്ചു, താൻ അതിനൊരു നിമിത്തമായി മാറുകയും ചെയ്തു എന്ന് ഉള്ള ചിന്തയിലൂടെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണേ. പലോകൻ്റെ അടുത്ത് നിന്ന് അനുശ്രീ പറയും, ഇപ്പം എങ്ങനെയുണ്ട്? എൻ്റെ വീട്ടിലെ ആരും കള്ളത്തരം കാണിക്കത്തില്ല. കള്ളത്തരം ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതേ നിങ്ങൾ തന്നെയാ. എന്തായിരുന്നു അലോകിൻ്റെ അച്ഛൻ്റെ പ്രഹസനം? വെറും നാടകം. എന്നിട്ട് എല്ലാത്തിൻ്റെ സത്യം തെളിഞ്ഞില്ലേ എന്ന് പറയാ. എന്തു പറഞ്ഞടി? എൻ്റെ അച്ഛൻ നാടകം കളിച്ചെന്നോ? പിന്നല്ലാതെ. നിങ്ങളുടെ അച്ഛനും അമ്മയല്ലായിരുന്നോ എൻ്റെ വീട്ടുകാരെ കുറ്റക്കാരാക്കാനായിട്ട് മുൻപന്തിയിൽ നിന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? അവസാനം വാദി പ്രതിയായി. പറഞ്ഞ ഇവിടെ തെറ്റ് ചെയ്തതേ നിന്റെ അച്ഛൻ തന്നെയാ. മിത്രയെടുത്തി ഒരു പരാതി കൊണ്ട് കൊടുത്ത് പണയം വെക്കാൻ വെച്ച് സ്വർണം അടിച്ചോണ്ട് പോയിന്നും പറഞ്ഞൊരു പരാതി കൊടുത്താലേ നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കും എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പം അലോകന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പം ബാലൻ പറയും, ഇപ്പം എല്ലാവർക്കും സത്യാവസ്ഥ ബോധ്യപ്പെട്ടല്ലോ, ഇനി ഞങ്ങൾക്ക് കയറി പോകാലോ എന്ന് പറയാം. എന്നിട്ട് അച്യുതൻ്റെ മുന്നിൽ വന്നിട്ട് നിന്ന് പറയും, കാര്യം അറിയാതെ ഈ ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് വന്ന് ഇനിയും ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ നടത്തിയാൽ ഈ ബാലൻ ആരാണെന്ന് താൻ അറിയും എന്ന് പറയാം. അപ്പം അതിനൊന്നും തൻ്റെ മുന്നിൽ മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ തല കുനിച്ച് അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോടു കൂടി അകത്തോട്ട് കയറി പോവാം. അപ്പം ഇന്ദിരാമയാണെങ്കിൽ അനന്തൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ ഇപ്പം വന്നത് എന്തുകൊണ്ട് നന്നായി. അത്രയേറെ പ്രശ്നങ്ങളാണ് നിന്റെ അനിയൻ ഇവിടെ സൃഷ്ടിച്ചു വെച്ചത് എന്ന് പറയും. എന്നാൽ അനന്തനും നന്ദിനിയും കൂടി ബാലൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുക. ബാല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മകള് തെറ്റ് ചെയ്തിട്ടുണ്ട്, അവളോട് ക്ഷമിക്കണം എന്ന് പറയാ. അവളെ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഏതൊരു ഭാര്യയും ചെയ്യുന്ന പ്രവൃത്തിയെ മിത്രയും ചെയ്തിട്ടുള്ളൂ. സ്വന്തം ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അവൾ എന്നും ഈ കുടുംബത്തിൻ്റെ മരുമകൾ തന്നെയാ എന്ന് പറയാണ് കേട്ടോ. മരുമകളായിട്ടല്ല, മകളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് ബാലൻ പറയണേ. അത് കേൾക്കുമ്പം നന്ദിനിയുടെ കണ്ണ് നിറയാം. നന്ദിനിയും അച്യുതനും ബാലന്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കുക. എന്നിട്ട് നന്ദിനിയാണെങ്കിൽ നേരെ ചെല്ലുന്നത് മിത്രയുടെ അടുത്തേക്ക്. മോളെ മിത്രേ, നിങ്ങളുടെ വിവാഹം ഇങ്ങനെയൊക്കെ നടന്നതെങ്കിൽ നീ എന്നാൽ തിരിച്ച് ദേവമംഗലത്തിൽ നിന്നും കൃഷ്ണമംഗലത്തേക്ക് വാ എന്ന് പറയാം. ഇല്ലമ്മേ, ഞങ്ങളുടെ വിവാഹം നടന്നത് അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ആര്യൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. തിരിച്ച് ഞാൻ എൻ്റെ ആര്യനെയും ഈ ലോകത്ത് ഞാൻ ഇന്ന് ആരെക്കാലം സ്നേഹിക്കുന്നത് എൻ്റെ ആര്യനെയാണ്. എനിക്ക് അത്രയേറെ കടപ്പാടും സ്നേഹവും ആര്യനോടുണ്ട്. അവനെ ഉപേക്ഷിച്ചുകൊണ്ട്, ഈ ദേവമംഗലത്തുള്ളവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി കൃഷ്ണമംഗലത്തേക്ക് വരത്തില്ല എന്ന് തീർത്തു പറയാണ് മിത്ര. എനിക്കിവിടെ സുഖമാമേ, എനിക്കിവിടെ സ്നേഹവും പരിഗണനയും ബഹുമാനവും എല്ലാം നൽകുന്നുണ്ട്. ഈ വീടാ എൻ്റെ ജീവിതം എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം ബാലൻ്റെയും ഗോമതിയുടെയും മനസ്സ് നിറയാണ്. അപ്പം നന്ദിനിക്കും അച്യുതനും സന്തോഷമാവാണ്. തൻ്റെ മകള് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണല്ലോ ജീവിക്കുന്നത്. വലിയൊരു ആപത്തിൽ നിന്നും തൻ്റെ മകളെ രക്ഷിച്ച ആര്യനോടും അവർക്ക് അത്രയേറെ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുക. പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന അച്യുതനും അതുപോലെ തന്നെ അലോകിനും രാജശ്രീക്കും ഒട്ടും ഇഷ്ടം തോന്നുന്നു
തോന്നുന്നില്ല കേട്ടോ. ആനന്ദേട്ടൻ കൂടി അവരുടെ പക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ അതത്ര നല്ലതല്ല എന്ന് അച്യുതൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുക. പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും